അഡ്വക്കേറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ദീർഘവർഷങ്ങളായി അഭിഭാഷകർ ആവശ്യപ്പെടുന്ന ഒന്നാണ്. എന്നാൽ നാളിതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ ഓരോ അഭിഭാഷകനും തെരുവീതികളിലും കോടതി മുറികളിലും അവന്റെ തൊഴിൽ സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെടുമ്പോൾ ഓരോ തവണയും അഭിഭാഷക പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. അപ്പോഴൊക്കെ അഭിഭാഷകൻ കോടതിയുടെ ഭാഗമാണെന്നും കോർട്ട് ഓഫീസറാണെന്നും പറയുമ്പോൾ കോടതിക്കും കോർട്ട് ഓഫീസർമാർക്കും കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രിവിലേജ് ഒരു അഭിഭാഷകനും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പബ്ലിക് സർവൻസിന്, അതായത് പോലീസ്, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയ പബ്ലിക് സർവൻസിന് എല്ലാവിധമായ പ്രൊട്ടക്ഷനും നിയമത്തിൽ പരിരക്ഷ നൽകുമ്പോൾ ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നിയമ പരിരക്ഷ നാളിതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമുക്ക് ഏവർക്കും ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അഭിഭാഷകർ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി അഡ്വക്കേറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെന്റ് 2021 ഒരു ബില്ല് ചർച്ചയ്ക്കായി കൊണ്ടുവന്നുവെങ്കിലും എന്നാൽ ആ ബില്ല് നാളിതുവരെ പാർലമെന്റിൽ ചർച്ച ചെയ്ത് പാസ്സാക്കിയിട്ടില്ല എന്നുള്ളതാണ് ശരി. കർണാടകയിലും രാജസ്ഥാനിലും അഡ്വക്കേറ്റ്സ് പ്രൊട്ടക്ഷൻ ബിൽ അവതരിപ്പിക്കുകയും അത് പാസ്സാക്കപ്പെടുകയും ചെയ്തു 2023. എന്നാൽ പ്രബുദ്ധ കേരളത്തിൽ നാളിതുവരെ എന്തുകൊണ്ട് അഡ്വക്കേറ്റ്സ് പ്രൊട്ടക്ഷൻ ബിൽ അവതരിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അങ്ങനെ അഭിഭാഷക സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ ഒരു പരിഹാരം എന്നുള്ള തരത്തിൽ അഭിഭാഷകരുടെ പ്രൊട്ടക്ഷന് വേണ്ടി അഡ്വക്കേറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉടനടി നിലവിൽ വരണമെന്ന് എല്ലാ അഭിഭാഷകരെ പോലെയും ഞാനും ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്.